ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം, ചെയിൻ സൗണ്ട്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ രണ്ട് വർക്കിന് വേണ്ടി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ വർക്കിന് കയറ്റിയായിരുന്നു. ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നടക്കുന്നത്. വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ഈ സർവീസിലൊക്കെ ക്ലീൻ ചെയ്തിടാം. നമുക്ക് ചെയിൻ്റെ ഭാഗത്ത് ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ സ്പോക്കറ്റ് ബെയറിങ്ങിൻ്റെ ഭാഗത്ത് ഷെയ്ക്ക് വന്നിട്ടുണ്ട്. അത് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കില്ല വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്താലും ഇടയ്ക്ക് ലൂസായി പോകുന്ന കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നിലവിൽ നമുക്കത് അയച്ചിട്ട് സ്പോക്കറ്റിൻ്റെ ബെയറിങ് നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുക. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തൊന്ന് റീസെറ്റ് ചെയ്യുക. അതാണ് നമുക്ക് മെയിനായിട്ട് അവിടെ തന്നെ വർക്ക്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാറ്ററി കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓൾറെഡി ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ്. 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 7 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 13.4 കാണിക്കുന്നുണ്ട് വോൾട്ടിൻ്റെ കണ്ടീഷൻ. നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും നമുക്കൊരു 9-9.5 വന്നിട്ടുണ്ട് കേട്ടോ. നിലവിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഏകദേശം ഒരു 9-9.5 വരുമ്പോൾ 8.5 8.5 വരുമ്പോഴാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റാത്തത്. നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല. സെൽഫ് വർക്ക് ചെയ്യണതിനും വേറെ പ്രശ്നം കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാണ്ട്. വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് ഫ്രണ്ടിലത്തെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്കിൻ്റെ ഭാഗമായാലും നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. അതിൽ വേറെ കംപ്ലയിൻറ്റ് ചെന്ന് ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഈ ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ടൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിടണമെന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. അപ്പോൾ ബൂട്ട് സെറ്റ് മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിടാം. പിന്നുള്ളത് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. നിലവിൽ അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ കമ്പോണൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, മറ്റേ ഹോണ്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഓടിച്ചപ്പോഴും നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ ചെറിയൊരു പൊട്ടൽ വന്നാണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വാട്ടർ സർവീസ് പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കുള്ളിലൊക്കെ വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ വിളിച്ചോളാം.